ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദി ചാനൽ. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഇത് എങ്ങോട്ടാ പോയിക്കൊണ്ടിരിക്കുന്നത്, വല്ല വീഡിയോ ഉണ്ടോ? അപ്പൊ നമുക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമുക്ക് കുറെ ആൾക്കാരെ പിടിച്ച് നമുക്ക് ഇന്ന് ഒടിച്ചെടുക്കാം. അപ്പൊ എല്ലാവരും ഫുൾ ആയിട്ട് ഇരുന്ന് കാണണം. എല്ലാവരും ലൈക്ക് തന്നെ ആദ്യം അടിച്ചേക്കും. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒത്തിരി ആൾക്കാർ ഇവിടെ കറങ്ങി അടിച്ച് കിടപ്പുണ്ട്. അപ്പൊ എല്ലാവരും സബ് ചെയ്തേക്കണം. അതുപോലത്തെ കാര്യങ്ങളെല്ലാം നിങ്ങളെല്ലാം ചെയ്തേക്കണ മുത്തുമണികളെ. എന്നാ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോകാം. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഒന്നാമത്തെ ദുരന്തം എന്ന് വെച്ചാൽ ഇതാണ്. ആ കൊള്ളാം, മാസാക്കിയായിരിക്കും അല്ലയോ? ഇത്രയും വിവരക്കേട് വന്ന് വിളിച്ചു പറഞ്ഞിട്ട് മുണ്ട് മടക്കി ഒരു നടത്തം കണ്ടില്ലേ? അതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്, നീ ഊക്ക് മേടിക്കാൻ വേണ്ടി മാത്രം നടക്കുക. എവിടെയാണ് ഈ വലിഞ്ഞു കയറുന്നത്? എവിടെ കയറുന്നത്? അതിന്റെ മണ്ട കയറി. ഓ സീൻ. അതിന്റെ താഴോട്ടൊന്ന് നോക്കി, അവിടെ നാട്ടുകൂട്ടികളല്ലേ ഇപ്പൊ ഇരുന്ന് പറയുമായിരിക്കും. നമ്മൾ ആമ്പിള്ളേർക്ക് മാത്രമല്ല പെൺപിള്ളേർക്ക് ഈ കഴിവുണ്ടെന്ന് പുള്ളിക്കാരി എന്തായാലും തെളിയിച്ചിട്ടുണ്ട്. എന്തായാലും എനിക്കറിയത്തില്ല. പിന്നെ ഇത് ചെയ്യാൻ അറിയാവുന്നവരുണ്ടെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്ക്. എന്തുവാണ് ഇത്? വല്ലാത്ത ടെക്നോളജി തന്നെ. ആ ഇതിവനെ എവിടെ നിന്ന് അടിച്ചു മാറ്റിയത്? ഇനി ഇട്ടോണ്ടിരിക്കുന്ന സാധനമല്ലേ ഇത്? എവിടെ നിന്ന് അടിച്ചു മാറ്റിയതാ? ഇവനവിടെ ഇപ്പോഴും പാല് കൊടുത്തോണ്ടിരിക്കുവാന്നാ കേട്ടത്. എന്തൊക്കെ പറഞ്ഞാൽ ഇവന്മാരെ പോലത്തെ വാണങ്ങളൊക്കെ കാരണമാണ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം റീൽസ് ഇപ്പോഴും നിലനിൽക്കുന്നത്. അതുകൊണ്ട് നമുക്ക് കണ്ടന്റും കിട്ടുന്നത്. ഓ ഭക്തിമാർഗം. അപ്പൊ അവൻ തന്നെ അങ്ങ് സ്ലോ മോഷൻ ആവുക. അവൻ തന്നെ അതിനകത്ത് എഡിറ്റും വേറെ ഒന്നും ചെയ്യണം, എല്ലാം കംപ്ലീറ്റാ. എടാ മോനെ, ഒരു 6 കൊല്ലം കൂടെ കഴിഞ്ഞാൽ നീ ഒരു വീഡിയോ കാണുമ്പോൾ നിനക്കറിയാം അതിന്റെ വേദന. അനുഭവം കൊണ്ട് പറയും, നീ ഊക്ക് മേടിക്കാൻ എനിക്ക് കിടക്കുന്നേ ഉള്ളൂ. കാരണം എന്ന് വെച്ചാൽ എനിക്ക് ഊക്കിന്റെ ബഹളമായിരുന്നു. ഞാൻ ഒരു റീൽ ചെയ്തെന്നും പറഞ്ഞ് ഇപ്പോഴും എനിക്ക് ഊക്ക് കിട്ടാറുണ്ട്. ഓ അവന്റെ തന്നെ അടുത്തൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഓ ഇവരാരും ഈ വീഡിയോ ഷൂട്ട് ചെയ്ത് കൊടുക്കുന്നത്? ഇത് കണ്ടോണ്ടിരിക്കുന്നത് നമ്മളാ മണ്ടന്മാര്. നാശത്തിലേക്കാണ് പോനെ നിന്റെ പോക്ക്. അത്ര ശരിയല്ലേ ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്? എനിക്ക് പറയാം, ഇവന് ഏതെങ്കിലും ഒരു അതൊരു കാര്യമായിട്ട് ഇളക്കുന്നുണ്ട് കേട്ടോ. അതാ ഇവൻ വീണ്ടും റീൽ ഇട്ടോണ്ടിരിക്കുന്നത്. അവനാണെങ്കിൽ വീഡിയോ ഇട്ടിട്ട് കാര്യമുണ്ട്. കാരണം വെച്ചാൽ അവന് 1-2 ലക്ഷം വ്യൂസ് ഒക്കെ കിട്ടും. നമ്മളിവിടെ 3 വർഷമായിട്ട് ഒരക്കി വന്നിട്ട് നമുക്കൊന്നും ഇല്ലല്ലോ ഇവിടെ ഇത്ര വ്യൂസ് ഒക്കെ. എന്നെയൊക്കെ ഒരു കുഞ്ഞുങ്ങൾ പോലും തിരിഞ്ഞു നോക്കുക. അതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്തൊക്കെ പറയുന്നത് സബ്സ്ക്രൈബ് ചെയ്യാൻ. സബ്സ്ക്രൈബ് ചെയ്യും, ലൈക്ക് ചെയ്യും, എല്ലാം ചെയ്യും. 3 ഇറങ്ങിയിട്ടുണ്ട്. എനിക്ക് കയറ്റിയ പാൻറ്റും. നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുള്ളൂ. കുറച്ചാളോടെ കഴിഞ്ഞിട്ട് നിങ്ങൾ ഇത് തന്നെ ഇരുന്ന് കണ്ടിട്ട് കാര്യമായിരുന്നു. അത്രേ പറയാനുള്ളൂ. ഒരു 6-7 കൊല്ലം കൂടെ കഴിയുമ്പോൾ ഇതുങ്ങളൊക്കെ ഭയങ്കര വലുതായിരിക്കും. അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ ഉള്ള റിയാക്ഷൻ എന്തുമായിരിക്കും? ഈ വീഡിയോ ഒക്കെ കാണുമ്പോൾ എനിക്ക് 2018 നേരെ ഇങ്ങനെ പോകുന്ന പോലെ തോന്നുന്നുണ്ട്. അല്ലയോ? നിങ്ങൾക്കും അങ്ങനെ അല്ലയോ? കമന്റ് ചെയ്യും. ചേട്ടനും അനിയത്തി അതിൽ കൂടുതലില്ല, സത്യമായിട്ടും ഇല്ല. എന്തിന്റെ കണ്ണാടി എന്തിയേ? കണ്ണുനീര് വരുന്ന കാണണ്ട. ഓ ഇനി നല്ലൊരു ട്രാൻസ്ഫോർമേഷൻ വീഡിയോ നിങ്ങൾ കാണാനുള്ളൂ. നമുക്ക് നോക്കാം എവിടം വരെ മാറി നമുക്ക് നോക്കാം. വല്ലാത്തൊരു ചേഞ്ച് ആയി പോയി അല്ലയോ? നമ്മുടെ ലോകം ഇത് എങ്ങോട്ടാ പോയിക്കൊണ്ടിരിക്കുന്നത്? ആണുങ്ങൾ പെണ്ണുങ്ങൾ ആണുങ്ങളാവുന്നത്. എന്തോ പറയാനേ അതിനെയൊക്കെ. ഇതുപോലത്തെ റീലൊക്കെ നിങ്ങളുടെയും കിടപ്പുണ്ടെങ്കിൽ നിങ്ങളെല്ലാം എനിക്ക് ഇൻസ്റ്റയിൽ ഒന്ന് അയച്ചു തന്നേക്ക്. കൂട്ടത്തിൽ ഫോളോ കൂടെ ചെയ്തേക്ക്. എനിക്ക് കണ്ടന്റും ആവും, എനിക്ക് ഫോളോവേഴ്സും ആവും, നിങ്ങൾക്ക് സന്തോഷമാകും, നിങ്ങൾക്ക് എന്റർടൈൻമെന്റും ആവും. അപ്പൊ എല്ലാവരും അയച്ചു തന്നേക്ക്. ലിങ്ക് കാര്യങ്ങളെല്ലാം താഴെ കാണും. ഓ പൊളിക്കാൻ പോവാ. ഒറ്റയ്ക്ക് മതിയടാ, വേറെ ആരെയും വേണ്ട. എനിക്കിതൊന്നും കണ്ടോണ്ടിരിക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. ഞാനും നാളെ റീൽ എടുക്കാൻ പോയി. എനിക്കും വേണം ലൈനൊക്കെ. ചുമ്മാ എത്ര ആളെന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ നടക്കാനാ? അയ്യോ അതാരാ കിടക്കുന്നത്? ഓ അവന്റെ ചന്തി പോയി. അവൻ വല്ല സൂപ്പർമാന്റെ ഷഡ്ഡി വല്ലതുമാണ് ഇട്ടേക്കുന്നത്. അങ്ങ് വരെ വന്ന് ഇറങ്ങി പോയേക്കുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പ്, അവന്റെ ചന്തിയിലെ തൊലി എന്തായാലും പോയി കാണും. അല്ലെങ്കിൽ ഒരു പോറലെങ്കിലും വീടായിരിക്കത്തില്ല. അടുത്ത നമ്മള് വീഡിയോ കാണാൻ പോകുന്ന അവന്റെ തൊലിക്കട്ടി എന്ന് വെച്ചാൽ അപാര തൊലിക്കട്ടിയാ. കാണിച്ചു തരാം, വെയിറ്റ് ചെയ്യും. ഇവന് കുത്തി മറിയുന്ന അവിടെ കിടന്നവനെ. സ്റ്റെപ്സ് എല്ലാം കൂടി ഇടുന്നത്. ഇതൊക്കെ എവിടെ നിന്നാണ് പഠിച്ചെടുക്കുന്നത്?
പെൺപിള്ളേരെ എല്ലാം മയക്കൽ ഇവൻ മാത്രം മതി കോളേജിൽ. ഇതുപോലെ പറഞ്ഞാൽ എന്തായാലും കാണും നമ്മളെയൊക്കെ കോളേജിൽ, എവിടെയെങ്കിലും ഒക്കെ കാണും. ഇവനെ തൊലിക്കട്ടിയല്ലേ, ഇവനെ കോൺക്രീറ്റ് വെച്ച് ഉണ്ടാക്കിയാന്നാ തോന്നുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഇരുന്നാലും കാണിക്കൂ. ഇവന്റെയൊക്കെ കയ്യിലിരിക്കുന്ന പകുതി കോൺഫിഡൻസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഞാനൊക്കെ ആരെങ്കിലുമൊക്കെ ആയി പോയേനെ. എന്തോ ചെയ്യാനാ, ഇല്ലാതായി പോയി. ഓ ദേണ്ട നമ്മളെ സ്വന്തം പഞ്ചവർണ്ണൻ. ഇവൻ ഇനി എന്തോ കാണിക്കാൻ പോവാ. ഇവന്റെ ട്രാൻസ്ലേഷൻ നമുക്ക് കാണാം. ഓ കണ്ടോ, ഒരു പെണ്ണെങ്ങനെയായിരുന്നു കാണിക്കുന്നത് അതുപോലെ തന്നെ ഇരുന്നു. അവന്റെ മേക്കപ്പിനെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്, അവന്റെ ആക്ഷനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. എക്സ്പ്രഷൻ ഇതിനെക്കാട്ടി ഭേദം എന്തായാലും അലിൻ ജോസ് പെരേരയും രേണുസുധിയും തന്നെ. അപ്പൊ ഗൈസ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ട് എല്ലാം ലൈക്ക് ചെയ്തേക്കണം, ഷെയർ ചെയ്തേക്കണം. പിന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഭയങ്കര ഷോർട്ട് ആയി പോയെന്ന് എനിക്കറിയാം. കാരണം വെച്ചാൽ പെട്ടെന്ന് ചെയ്തൊരു വീഡിയോ ആണ്, പ്രത്യേകിച്ച് ഇനി കണ്ടന്റ് പോലും കിട്ടുന്നില്ല. ഇനിയിപ്പോ നമ്മുടെ ബിഗ് ബോസ് ഒക്കെ എന്തായാലും വന്നിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇനി കുറെ കണ്ടന്റ് ഇടും. കാരണം ഇനി 100 ദിവസം എന്തായാലും ബിഗ് ബോസ് ഉണ്ടല്ലോ. അപ്പം കുറെ കണ്ടന്റ് എന്തെങ്കിലും കിട്ടും. അപ്പം അതിന്റെ വീഡിയോ എന്തെങ്കിലും പെട്ടെന്ന് തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതിനുവേണ്ടി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണം. എൻ്റെ അടുത്തൊരു ബെല്ല് വരും, അതുകൊണ്ട് ഞെക്കി ഓളാക്കി വെച്ചേക്കണം. എന്നാലും ഞാൻ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ. ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക, താഴെ ലിങ്ക് കൊടുത്തേക്കാം. എല്ലാവരും ചെന്ന് അവിടെ ചെന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ. നമുക്ക് എന്തായാലും ഇനി അടുത്ത വീഡിയോ കാണാം.